5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും വാപ്പാ. പക്ഷേ പാതിരാത്രി നിസ്കരിക്കണോ? രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കണോ? ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, അത് എല്ലാവർക്കും കഴിയില്ല, അത് എല്ലാവർക്കും കഴിയില്ല. പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, സുന്നത്ത് നോമ്പുകൾ പോലും വിടാത്ത ഉമ്മ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ, അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് പടച്ചവൻ സ്നേഹിക്കുന്നവർക്കേ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിനക്കും അല്ലാഹുവിനും അറിയുന്ന ഒരു രഹസ്യമേതാ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, ഭാര്യ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. രാത്രി 3 മണിക്ക് 4 മണിക്ക് ആരും കാണാതെ ഉളുവെടുത്തിട്ട് നിസ്കാര റൂമിന്റെ അകത്ത് ചെന്നിട്ട് ലൈറ്റ് അണച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിലൊന്നിരിക്കടാ. ഒരു കടമാണ്, പ്രയാസമാണ്, രോഗമാണ്, മക്കളില്ല, ബുദ്ധിമുട്ടാണെന്ന് പരാതി പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, ആ പറയുന്നത് നാട്ടുകാരോട് പറയുന്നതിന് പകരമായി പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോടൊന്ന് പറ, എനിക്ക് കടവാ അല്ലാ, എനിക്ക് രോഗമാ അല്ലാ, എന്റെ കടം മാറ്റാൻ നിനക്കേ കഴിയൂ, എന്റെ രോഗം മാറ്റാൻ നിനക്കേ കഴിയൂ, എന്റെ പ്രയാസം മാറ്റാൻ നിനക്കേ കഴിയൂ. പടച്ചറപ്പിന്റെ മുന്നിലേക്കൊന്ന് പറയാ കഴിഞ്ഞു നോക്ക്. അങ്ങനെ ഒന്ന് പറയടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, ആരോടും പറയരുത്, ആരോടും പറയരുത് നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണെന്ന് അല്ലാഹ് അറിഞ്ഞാ മതി. അത് അല്ലാഹു നിനക്കുമല്ലാതെ ഒരാളോടും നീ പറയല്ലേ. നിന്റെ ഭർത്താവിനോട് പോലും പറയല്ലേ. നിന്റെ ഭർത്താവിനെ പോലും അറിയിക്കാതെ നിനക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് 5 പ്രതിഫലമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് 5 പ്രതിഫലമാ. ഇത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നതാ.